ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ 17ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ പ്രോബ്ലം ആണിത്. എ പേഴ്സൺ 1.75 meter tall standing at the foot of a tower sees the top of a hill 40 meter away at an angle of elevation 60 degree. From the top of the tower, he sees it at an elevation 50 degree. Find the height of the tower and hill. അപ്പോൾ ഇവിടെ 2 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ടവർ ഉണ്ട്, ഹില്ലുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയേ? പേഴ്സൺ 1.75 meter tall standing at the foot of a tower. Foot of a tower sees the top of the hill 40 meter away at an elevation 60 degree. അതായത് ടവറിന്റെ ചുവട്ടിൽ നിന്നിട്ട് മലയുടെ മുകളറ്റം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കണ്ടത്. അതുപോലെ തന്നെ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ, ടവറിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഹില്ലിന്റെ ടോപ്പ് കണ്ടത് 50 ഡിഗ്രി എലിവേഷനിലാണ്. അപ്പോൾ 50 എലിവേഷനിൽ കാണുക, ടവറിന്റെ മുകളിൽ കയറിയിട്ട് 50 ഡിഗ്രി എലിവേഷനിലാണ് ഹില്ല് കണ്ടതെന്ന് പറഞ്ഞാൽ ഹില്ലിന്റെ എലിവേഷൻ കാണുന്ന മുകളിലേക്ക് നോക്കണം. അപ്പോൾ ഹില്ല് ഉയർന്നതും ടവർ ചെറുതുമായിരിക്കും. കാരണം ടവറിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഹില്ല് ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കണ്ടതെന്ന് പറഞ്ഞാൽ ടവറിന്റെ മുകളിൽ നിന്ന് മുകളിലേക്കാണ് നോക്കുന്നത്. അപ്പൊ മുകളിലേക്ക് നോക്കുമ്പോൾ ഹില്ല് ഇപ്പോൾ വലുതായിരിക്കണം, ഉയരം കൂടാതെ ഹില്ലിലാണ്. അപ്പൊ ഇവിടെ 2 ഐറ്റം ഉള്ളത്, ഒന്ന് ടവറും ഒന്ന് ഹില്ലും. അപ്പൊ ടവറിനെ ഒരു വര കൊണ്ട് സൂചിപ്പിക്കണം, ഹില്ലിനെ ഒരു വര കൊണ്ട് സൂചിപ്പിക്കണം. അപ്പൊ വലിയ വര ഹില്ലിനെ സൂചിപ്പിക്കാനും ചെറിയ വര ടവറിനെ സൂചിപ്പിക്കാനും. അപ്പൊ നോക്കുക, ഇതാണ് ഹില്ല്. ഹില്ലിനെ ഈ വര കൊണ്ട് സൂചിപ്പിക്കും. ഹില്ലിന്റെ ഹൈറ്റ് ആണിത്. ടവർ ഇതാണ്. ടവറിന്റെ മുകളിൽ നിന്നിട്ടും ടവറിന്റെ ചുവട്ടിൽ നിന്നിട്ടുമാണ് ഹില്ലിന്റെ ടോപ്പ് കാണുന്നത്. അപ്പൊ എന്തോരും നോക്കിയേ, ടവറിന്റെ ചുവട്ടിൽ ആദ്യം നിൽക്കുന്നു. അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഇത് സ്ട്രെയിറ്റ് വ്യൂ ആണ്, ഇത് റേസ്ഡ് വ്യൂ ആണ്. ടോപ്പ് കാണണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കണം. അപ്പൊ മുകളിലേക്ക് നോക്കിയത് റിയ ആണിത്. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 60 ഡിഗ്രി. അതായത് ടവറിന്റെ ചുവട്ടിൽ നിന്ന് ഹില്ലിന്റെ ടോപ്പ് കാണുന്നത് 60 ഡിഗ്രി എലിവേഷനിലാണ്. ആളുടെ ഹൈറ്റ് 1.75 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോ 1.57 മീറ്റർ ഹൈറ്റ് ഉള്ള ആള് ഇതിന്റെ ടവറിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. ഇവിടെ നിന്നിട്ട് ഹില്ലിന്റെ ടോപ്പ് 60 ഡിഗ്രി എലിവേഷനിൽ കാണുന്നു. എത്ര മീറ്റർ അകലെ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്? 40 മീറ്റർ. ഹില്ലിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് ടവർ. അപ്പൊ ഈ ടവറിന്റെ ചുവട്ടിൽ, ഈ ഹില്ലും ടവറും തമ്മിലുള്ള അകലമാണ് 40 മീറ്റർ. അപ്പൊ ടവറിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഹില്ലിന്റെ ടോപ്പ് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ കാണുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി എന്ത് ചെയ്യുന്നു? ഹി ക്ലൈംബഡ് അപ്പ് ദി ടോപ്പ് ഓഫ് ദി ടവർ. ടവറിന്റെ മുകളിലേക്ക് കയറി. ഫ്രം ഹിയർ ഹി സീസ് ദി ടോപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി. അപ്പോ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ ഹില്ലിന്റെ ടോപ്പ് കാണുന്നു. അപ്പോൾ ഇത് ഒരു സ്ട്രൈറ്റ് വ്യൂ, ഇത് എന്താണ് റേസ്ഡ് വ്യൂ. അപ്പോൾ ഇത് 50 ഡിഗ്രി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ 1.75 ആണ്, ഇത് 1.75 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 1.75 കുറഞ്ഞപ്പോൾ ഇവിടെ 1.75 കൂടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത്. പിന്നെ ഹൈറ്റ് ഓഫ് ദി ഹിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പേര് കൊടുക്കാം. ABCD അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? EF കണ്ടുപിടിക്കണം, പിന്നെ ACയും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ചെറിയ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, അപ്പൊ ചെറിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്ത് വരും? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു 1 ആംഗിൾ 50 ആണ്. AB അറിയില്ല, നമുക്ക് BF അറിയാം. അപ്പൊ AB കണ്ടുപിടിക്കാലോ. ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, അഡ്ജസന്റ് സൈഡ് 40 എന്നറിയാം. അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ടാൻ. അപ്പൊ ടാൻ 50 ഈസ് ഈക്വൽ ടു AB ബൈ 40 എന്ന് കിട്ടും. അപ്പൊ AB എന്ന് പറയുന്നത് 40 ഇൻറ്റു ടാൻ 50 ആയി. 40 ഇൻറ്റു ടാൻ 50യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 1.1918. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 47.672 മീറ്റർ. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 47.67. 2 ഡിസിമൽ പ്ലേസിന് അപ്രോക്സിമേറ്റ് ചെയ്യണം. കാരണം 47 മീറ്റർ ആൻഡ് 67 സെന്റിമീറ്റർ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ AB എന്ന് പറയുന്നത് 47.67 മീറ്റർ. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ഏതാ?
എ ഡി ബി എന്ന ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിന്റെ കണ്ടോ 60 ഡിഗ്രിയാണ് ആംഗിൾ, അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല. ഓക്കെ, അപ്പോ tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എ ഡി ആണ്, അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പൊ എ ഡി ബൈ 40 എന്ന് പറയുന്നതാണ് tan 60. tan 60യുടെ വാല്യൂ നമുക്കറിയാം. അപ്പൊ എ ഡി കാണുന്നത് ചെയ്യണം 40 ഇൻറ്റു tan 60. tan 60യുടെ വാല്യൂ √3 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 40 ഇൻറ്റു √3. √3യുടെ വാല്യൂ എത്രയാ? 1.73. അപ്പോൾ 1.732 കൊണ്ട് 40 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 69.28 എന്ന് കിട്ടും. അപ്പൊ 69.28 ആണ് എ ഡി എന്ന് പറയുന്ന ഈ ലെങ്ത്. ഇതിങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. 60 ഇതാ 60 ആകുമ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 40 ആകുമ്പോൾ 60യുടെ ഓപ്പോസിറ്റ് 40 √3 അങ്ങനെ ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. tan 60 എടുക്കണം നിർബന്ധമില്ല. എങ്ങനെയായാലും എ ഡി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 69.28 മീറ്റർ കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എ ഡി എന്ന ഹൈറ്റ് കിട്ടി, പിന്നെ എ ബി എന്ന ഹൈറ്റ് കിട്ടി. ഈ എ ഡിയിൽ നിന്ന് എ ബി കുറച്ചാൽ കിട്ടുന്നതാണ് ഡി ബി. ശരിയല്ലേ? അപ്പൊ ഡി ബി എന്ന് പറയുന്നത് തന്നെയാണ് ഇ എഫ്. അപ്പൊ ഇ എഫ് തന്നെയാണ് ഈ ടവറിന്റെ ഹൈറ്റ്. കാരണം ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളമാണ്. അപ്പൊ ഇവിടെ 1.75 ആളുടെ ഹൈറ്റ് പോയി, അപ്പൊ ഇവിടെ 1.75 ആളുടെ ഹൈറ്റ് കൂടി. അപ്പോ ഈ ഇ എഫ് തന്നെയാണ് ഹൈറ്റ് ഓഫ് ദി ടവർ. അപ്പൊ ഡി ബി കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഡി ബി കാണുന്നത് എന്ത് ചെയ്യണം? എ ഡിയിൽ നിന്ന് എ ബി കുറയ്ക്കണം. അപ്പോ ഹൈറ്റ് ഓഫ് ദി ഹിൽ എന്ന് പറയുന്നത് എ സി ആണ്. എ സി എന്ന് പറയുന്നത് എ ഡി പ്ലസ് ഡി സി ആണ്. എ ഡി എന്ന് പറയുന്നത് 69.28 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 1.75 ആളുടെ ഹൈറ്റ് 1.75 കൂടി കൂട്ടുമ്പോൾ 69.28ഉം 1.75 കൂടി കൂട്ടുമ്പോൾ 71.03 മീറ്റർ ആണ് എ സി, അതായത് ഹൈറ്റ് ഓഫ് ദി ഹില്ല്. ക്ലിയർ ആയ പറഞ്ഞത്? ഹൈറ്റ് ഓഫ് ദി ഹില്ല് എന്ന് പറയുന്നത് ഇത്രയാണ് എ സി. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 69.28 ഇത്രയും 69.28 ആണ്. ആളുടെ ഹൈറ്റ് 1.75 ആണ്. ഇപ്പൊ 69.28 1.75 കൂടി ആഡ് ചെയ്യുമ്പോൾ 71.03 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ഹില്ല്. അപ്പൊ ഹില്ലിന്റെ ഹൈറ്റ് എത്രയാണ്? 71.03. ഇനി എന്ത് വേണം? ടവറിന്റെ ഹൈറ്റ്. ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വൽ ആണ്? ഇ എഫ് ആണ്. ഇ എഫ് ആണെങ്കിൽ ബി ഡി കിട്ടിയാൽ മതി. അപ്പൊ ബി ഡി എന്ന് പറഞ്ഞാൽ എ ഡി മൈനസ് എ ബി ആണ്. അപ്പൊ എ ഡി എന്ന് എ ബി കുറച്ചു. എ ഡി നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് 69.28. അതിൽ നിന്ന് ഈ എ ബി 47.67 കണ്ടുപിടിച്ചിട്ടുണ്ട്, അതും കുറയ്ക്കുക. അപ്പൊ 21.61 ആണ് ഈ ഡിസ്റ്റൻസ് എ ഡി ബി ഡി. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ടവറിന്റെ ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ് ഈക്വൽ ടു 21.61 മീറ്റർ. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഹില്ലും കണ്ടുപിടിച്ചു, ഹൈറ്റ് ഓഫ് ദി ടവറും കണ്ടുപിടിച്ചു. ഓക്കെ, മറ്റൊരു ചോദ്യം കൂടെയാണ് ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ചോദ്യമാണ്. A boy 1.5 meter tall standing at the edge of a canal sees the top of a tree on the opposite edge at an angle of elevation 80 degree. Stepping 15 meter back, he sees it at an elevation of 40 degree. How wide is the canal and how tall is the tree? അതായത് ഇതുപോലുള്ള പ്രോബ്ലം നമ്മൾ ഇതിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു കനാലിന്റെ അക്കരെ ഒരു മരം നിൽക്കുന്നുണ്ട്. അതിന്റെ ഇങ്ങേ സൈഡിലാണ് കുട്ടി നിൽക്കുന്നത്. കുട്ടിയുടെ പൊക്കം അറിയാം. കുട്ടി ഇവിടെ നിന്ന് അക്കരെ നിൽക്കുന്ന മരത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനുള്ള മെഷേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പൊ ഒരു റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഒന്ന് വരച്ചേ. അതായത് ഇത് കനാലിനെ സൂചിപ്പിക്കുന്ന ഡോട്ടർ ലൈൻ ആണ്. അപ്പോ ഈ കനാലിന്റെ അങ്ങേ കരയിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. ഇങ്ങേ കരയിലാണ് കുട്ടി നിൽക്കുന്നത്. 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി ഇവിടെ നിൽക്കുന്നു. ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നതാണ് കനാലിന്റെ വിഡ്ത്. ഈ കനാലിന്റെ അങ്ങേ സൈഡില് ഒരു മരം നിൽക്കുന്നുണ്ട്. ഇങ്ങേ സൈഡിൽ കുട്ടി നിൽക്കുന്നു. കുട്ടി ഇവിടെ നിന്നിട്ട് he sees the top of the tree at an angle of elevation 80. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് വ്യൂ, ഇത് റേസ്ഡ് വ്യൂ, ഇത് 80 ഡിഗ്രി ആണ്. അപ്പൊ 80 ഡിഗ്രിയിൽ he sees the top of the tree. ഇനി എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പിംഗ് 15 മീറ്റർ ബാക്ക്. ഇവിടെ നിന്ന് പുറകോട്ട് 15 മീറ്റർ, അല്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ കനാലാണ്. കനാലിന്റെ വിഡ്ത്തും അറിയില്ല, ഹൈറ്റ് ഓഫ് ദി ട്രീ അറിയില്ല. അപ്പോൾ 80 ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് 15 മീറ്റർ പുറകോട്ട് വരുന്നു. അങ്ങനെ പുറകോട്ട് വരുമ്പോൾ
15 മീറ്റർ പുറകോട്ട് വന്ന് ഇവിടെ നിന്നിട്ട് വീണ്ടും ടോപ്പ് ഓഫ് ദി ട്രീ കാണുന്നു അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി. അപ്പോൾ ഇത് സ്ട്രൈറ്റ് വ്യൂ, ഇത് റേസ്ഡ് വ്യൂ, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് 40 മീറ്റർ. ഈ 15 മീറ്റർ പുറകോട്ട് നീങ്ങി വന്ന അകലമാണ്, ഈ അകലമാണ് 15 മീറ്റർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 40യുടെ ട്വൈസ് ആണ് 80. ഈ ആംഗിള് 80 ആണ്. അപ്പോൾ ഈ ട്രയാംഗിളില് ഔട്ടർ ആംഗിൾ ആണ് 80. ഈ ആംഗിൾ 40 എന്നുണ്ട്. അപ്പൊ 80 40 കുറയ്ക്കുന്നതാണ് ഈ ആംഗിൾ. അപ്പൊ 80 - 40 എന്ന് പറയുന്നത് 40. അതായത് ഒരു ട്രയാംഗിളിന്റെ രണ്ട് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസിന്റെ സം തേർഡ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളിന് ഈക്വൽ ആണെന്ന് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 80 കിട്ടുക. അപ്പൊ 80 40 കുറയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുക. ഇപ്പൊ ഈ ആംഗിള് 40 എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 40, ഇത് 40. അപ്പൊ എന്തോന്നു, ഈ ട്രയാംഗിള് കണ്ടോ, രണ്ട് ആംഗിൾ ഈക്വൽ ആയ ട്രയാംഗിൾ ആണ്. രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് BC എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. BCയും AC-യും ഈക്വൽ ആണ്. അപ്പൊ BC നമുക്കറിയാം 15. അപ്പൊ AC എത്രയാണ്? 15 മീറ്റർ. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ BCയും AC, അപ്പൊ ഇത് 50, ഇത് 15 ആയതുകൊണ്ട് ഇത് 50. അപ്പൊ അതായത് ഈ ആംഗിളിന്റെ ട്വൈസ് ആയിട്ട് ഈ ആംഗിൾ വരുമ്പോഴാണ് നമുക്ക് ഈ തരത്തിൽ എളുപ്പം വഴിയിലെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ H-ഉം X-ഉം എടുത്ത് രണ്ട് ഇക്വേഷൻ രൂപീകരിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പത്തിന് ചെയ്യാം. അപ്പൊ കണ്ട ഒരു ട്രയാംഗിളിലേക്കായി ഈ റൈറ്റ് ട്രയാംഗിളില് AC എന്ന് പറയുന്നത് 15, ഹൈപ്പോട്ടനസ് 15, ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, അഡ്ജസന്റ് സൈഡ് അറിയില്ല. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വിഡ്ത് ഓഫ് ദി കനാലാണ്. AD എന്ന് പറയുന്ന ഹൈറ്റും കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, ഇപ്പോൾ 80യുടെ ഓപ്പോസിറ്റ് സൈഡാണ് AD, ഹൈപ്പോട്ടന്യൂസ് ആണ് 15. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് കണക്ട് ചെയ്യുന്ന റേഷ്യോ സൈൻ ആണ്. അപ്പൊ സൈൻ 80 ഈസ് ഈക്വൽ ടു AD ബൈ 15. അപ്പോ AD ബൈ 15 ആണ് സൈൻ 80. അപ്പൊ AD എന്ന് പറയുന്നത് 15 ഇൻറ്റു സൈൻ 80. അപ്പൊ 15 ഇൻറ്റു സൈൻ 80 എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു സൈൻ 80യുടെ വാല്യൂ ടേബിളിൽ നോക്കണം, 0.9848. അപ്പോൾ 14.772 എന്ന് കിട്ടും. അത് രണ്ട് ഡെസിമൽ പ്ലേസിൽ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 14.77 മീറ്റർ. അതായത് ഏത് AD എന്ന് പറയുന്ന ഹൈറ്റ്. നമുക്ക് വേണ്ടത് ഏതാ? ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ AE ആണ്. അപ്പൊ ആളുടെ ഹൈറ്റും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് AD എന്ന് പറയുന്ന ഈ ആള് നിൽക്കുന്നതിന് മുകളിലേക്കുള്ള ഉയരമാണ്. അത് 14.77. ആളുടെ ഹൈറ്റ് 1.5 കൂടി ഉണ്ട്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ട്രീ ഈസ് ഈക്വൽ ടു എന്ത് വരും? AE വരും. അതുപോലെ തന്നെ വിഡ്ത് ഓഫ് ദി കനാൽ കണ്ടുപിടിക്കണമെങ്കിലോ, വിഡ്ത് ഓഫ് ദി കനാൽ കണ്ടുപിടിക്കണമെങ്കിൽ അഡ്ജസന്റ് സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് കണക്ട് ചെയ്യുന്ന റേഷ്യോ കോസ്. അപ്പൊ കോസ് 80 ഈസ് ഈക്വൽ ടു CD ബൈ 15. കോസ് 80 എന്ന് പറയുന്നത് CD ബൈ 15. അപ്പൊ CD ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു കോസ് 18. CD ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു കോസ് 80. അപ്പൊ 15 ഇൻറ്റു കോസ് 80യുടെ വാല്യൂ അറിയാം, 0.1736 ടേബിളിൽ നിന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.60 മീറ്റർ. അതായത് കനാലിന്റെ വിഡ്ത്ത് 2.60 മീറ്റർ ആണ്. AD എന്ന് പറയുന്ന ഹൈറ്റ് മാത്രം 14.77 ആണ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറയുന്നത് AE ആണ്. അതായത് ഈ 14.77 പ്ലസ് 1.5, അതായത് 16.27 മീറ്റർ. വിഡ്ത്ത് ഓഫ് ദി കനാൽ ഈസ് 2.60 മീറ്റർ. അത് നമ്മൾ കണ്ടുപിടിച്ചത് CD. Width of the canal 2.60 meter and height of the tree is 16.27 meter. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ രണ്ട് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്തരം പ്രോബ്ലംസ് ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തപ്പോഴാണ് പഠിക്കുക. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.